തിരുവനന്തപുരത്ത് സർവകലാശാലയിലേക്ക് ASFന്റെ മാർച്ച്, അതിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ സർവകലാശാലയിലെ VC-യുടെയും ചാൻസലറുടെയും സംഘപരിവാർ അനുകൂല നിലപാടുകൾക്കെതിരെ AISFന്റെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം അവിടെ നിൽക്കുന്നു. സംഘർഷമുണ്ടായിരിക്കുന്നു. സർവകലാശാല കവാടത്തിന് തൊട്ടുമുന്നിൽ ആ മാർച്ച് തടയുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. അല്പസമയത്തിനകം തന്നെ DYFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. ഇപ്പോൾ നടന്നത് AISFന്റെ പ്രതിഷേധ മാർച്ചാണ്. ആ മാർച്ച് ഇപ്പോൾ സർവകലാശാല കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ്, അവർ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പ്രവർത്തകരൊക്കെ നിലത്ത് വീഴുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ ആ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഷീജ കൂടി ചേരുന്നു. ഷീജ, ഇത് ASFന്റെ പ്രതിഷേധ മാർച്ചാണ്. യൂണിവേഴ്സിറ്റി മെയിൻ ഓഫീസിന് മുന്നിൽ ആ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. മനു, തീർച്ചയായും AISFന്റെ പ്രതിഷേധമാണ്. ഇപ്പോൾ കേരള സർവകലാശാലയ്ക്കുള്ളിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഒരു AISFന്റെ പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ച് എത്തി പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. അതായത് കേരള സർവകലാശാല ആസ്ഥാന മന്ദിരം, ആ ആസ്ഥാന മന്ദിരത്തിനുള്ളിലേക്ക് കടക്കാനായിരുന്നു AISF പ്രവർത്തകർ ശ്രമിച്ചത്. ഈ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എതിരായിട്ടുള്ള പ്രതിഷേധം വലിയ തോതിൽ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ SFIയുടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ കേരള സർവകലാശാലയിൽ കണ്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ AISFന്റെ പ്രവർത്തകർ കൂടി ഇവിടെ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം, വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഇപ്പോൾ കേരള സർവകലാശാലയ്ക്കുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ചും അവരുടെ മുദ്രാവാക്യങ്ങളിലും അവർ പറയുന്നത് അതാണ്. വൈസ് ചാൻസലറുടെ തെറ്റായ നിലപാടുകൾ വലിയ തോതിൽ കാർന്നിവൽക്കരിക്കാനുള്ള നീക്കം, അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം, ഭരണസ്തംഭനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം, അത്തരത്തിലുള്ള നടപടികൾ വൈസ് ചാൻസലർ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു പ്രതിഷേധം ഇവിടെ കേരള സർവകലാശാലയ്ക്കുള്ളിൽ നടക്കുന്നത്. ഏതായാലും പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി സർവകലാശാല ആസ്ഥാന മന്ദിരത്തിലേക്ക് കടക്കാൻ, അതായത് VC-യുടെ ചേംബറിനടുത്തെത്തി പ്രതിഷേധിക്കുക എന്നുള്ളതാണ് പ്രവർത്തകർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ പോലീസ് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവരെ തടയുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മനു, തീർച്ചയായും ഷീജ, അതായത് വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർവകലാശാലയുടെ മെയിൻ ഓഫീസിലേക്ക് കടക്കുക എന്നതായിരുന്നു പ്രവർത്തകരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ പുറത്ത് നമ്മൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർക്കെതിരെ വലിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നമ്മൾ കാണുകയാണ്. പ്രതിഷേധം നടക്കുന്നു കേരള സർവകലാശാലയിൽ. നേരെ സർവകലാശാലയ്ക്കകത്ത് ASFന്റെ മാർച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധം കേരള സർവകലാശാലയിലെ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ, സംഘപരിവാർ അജണ്ടകൾക്കെതിരെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ASFന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ചിലേക്ക് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ വലിയ പ്രതിഷേധം. ഇനി അല്പസമയത്തിനകം തന്നെ DYFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം അലയടിക്കുകയാണ് കേരള സർവകലാശാലയ്ക്ക് പുറത്തും ഉള്ളിലുമൊക്കെ. നമ്മളതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ച്, DYFIയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത്, അതായത് കേരള സർവകലാശാലയുടെ കവാടത്തിന് പുറത്താണ് ഇപ്പോൾ DYFIയുടെ പ്രതിഷേധ മാർച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ ASFന്റെ മാർച്ച് കണ്ടത് ക്യാമ്പസിനകത്തായിരുന്നു. ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് അത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. ജലപീരങ്കി പ്രവർത്തകർക്കെതിരെ പ്രയോഗിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാരണവശാലും ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന DYFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള യുവത്വത്തിന്റെ പ്രതിഷേധമാണ് ഇവിടെ അലയടിക്കുന്നത്. ഈ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റിയ മണ്ണ് ഈ കേരളമല്ല എന്ന് ഉറച്ചു പറയുകയാണ് DYFIയുടെ പ്രവർത്തകർ. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അവർ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സർവകലാശാല ആസ്ഥാനത്തിന്റെ തൊട്ടുപുറത്ത് ആശാൻ സ്ക്വയർ റോഡിലാണ് ഈ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് വലിയ ബാരിക്കേഡ് വെച്ചുകൊണ്ട് സർവകലാശാലയുടെ ഉള്ളിലേക്കുള്ള ഗേറ്റുകൾ അടച്ചിരിക്കുകയാണ്. അതിന് പുറത്താണ് ഇപ്പോൾ DYFI പ്രവർത്തകരുടെ ഈ വലിയ പ്രതിഷേധം അലയടിക്കുന്നത്. അവിടെ പ്രവർത്തകർ കൂടി നിൽക്കുന്നു. അവർക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു.
ആ രീതിയിൽ പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകർ എത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവർ പോലീസ് വാഹനത്തിൽ അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രവർത്തകരുടെ രോഷം ഇരമ്പുന്നതാണ് കാണുന്നത്. ഇത് ഈ കേരളത്തിൽ ഈ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറച്ചു പറയുന്ന യുവതയുടെ ശബ്ദമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചിൽ ഉയർന്നു കേൾക്കുന്നത്. ആ വലിയ പ്രതിഷേധം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലറുടെ ഒപ്പം തന്നെ ചാൻസലറുടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഇടമല്ല എന്ന പ്രതിരോധം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ ചരിത്രപരമായ പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കേവലം കേരള സർവകലാശാലയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവകലാശാലകളിലെയോ കാവ്യവൽക്കരണത്തിനെതിരെ മാത്രമുള്ളതല്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആർജിച്ചെടുത്ത എല്ലാ നേട്ടങ്ങളെയും ഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്ക് എതിരെയാണ് ഈ വലിയ പ്രതിഷേധം എന്നത് നമ്മൾ കാണേണ്ടി വരും. ആ രീതിയിൽ യുവതയുടെ ഈ പ്രതിരോധം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഭരണഘടനയാണ് അടിസ്ഥാനപരമായി എല്ലാത്തിന്റെയും മുകളിൽ എന്നുറച്ചു പറയുന്ന കേരളത്തിന്റെ യുവതയെ നമ്മളിതാ ഇവിടെ കാണുകയാണ്. പ്രവർത്തകരുടെ എണ്ണം കൂടുകയാണ്. ആ ബാരിക്കേഡിന് മുൻപിലേക്ക് ഇരമ്പിയാർത്തെത്തുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐയുടെ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് തടഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരിക്കുന്നു. ഏതായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ പ്രവർത്തകരുടെ ഊർജ്ജത്തെയോ ആവേശത്തെയോ കെടുത്താൻ പറ്റില്ല എന്നുറക്കെ പറയുന്നു. ഇത് കേരളത്തിന്റെ ചെറുപ്പത്തിന്റെ പ്രതിരോധമാണ്. ഈ മണ്ണിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്ന ഈ നാടിന്റെ ധാർമ്മിക ബോധ്യത്തിന്റെയും ഭരണഘടനാ മൂല്യങ്ങളിൽ ഊന്നിയുണ്ടാക്കിയെടുത്ത ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയുടെയും ഒക്കെ ഒരു പ്രതിരോധമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധവുമായി തിരുവനന്തപുരത്തിന്റെ തെരുവുകളിലേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ച ഇത് വലിയൊരു താക്കീതാണ്. സംഘപരിവാറിനുള്ള അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഇറങ്ങുന്ന വൈസ് ചാൻസലർക്കും ചാൻസലർക്കുമുള്ള താക്കീതാണ്. ഒരുപക്ഷെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന ചാൻസലർ ആദ്യമായിട്ടായിരിക്കാം ഇതുപോലെ പ്രതിഷേധ ചൂടറിയുന്നത്. ഇതുവരെ ഇരുന്ന ഇടങ്ങളിലൊക്കെ താൻ പറയുന്നത് കേട്ടു മാത്രം നിൽക്കുന്ന ആളുകളെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഇവിടെ കഥ മാറുകയാണ്. ഈ നാട് വേറിട്ട് നിൽക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുകയാണ് സംഘപരിവാറിന്റെ മേലാളന്മാരോട്. ഈ മണ്ണ് വേറിട്ട് നിൽക്കുന്ന ഇടമാണ്. ഇവിടെ കാവ്യ അജണ്ടകൾക്ക് ഇടമില്ല എന്നതാ വിളിച്ചു പറയുന്നു ഡിവൈഎഫ്ഐയുടെ യുവത്വം. കേരളത്തിന്റെ യുവത്വം തെരുവുകളിൽ നമ്മൾ എത്രയോ തവണ ഈ പോരാട്ട വീര്യം കണ്ടിട്ടുണ്ട്. നാടിന് പോറലേൽക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അവർ ആ പോരാട്ട വീറുമായി കേരളത്തിന്റെ തെരുവുകളിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന സംഘപരിവാർ അജണ്ടകൾ ഈ മണ്ണിൽ നടപ്പാക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി ഇരമ്പി നിൽക്കുന്ന കാഴ്ച. എത്ര ജലപീരങ്കി പ്രയോഗിച്ചാലും അതുകൊണ്ടൊന്നും ആ വീറിനെ തണുപ്പിക്കാൻ കഴിയില്ല എന്ന് കേരളത്തോടും അധികാരികളോടും പറയുകയാണ് അവർ.